പൈസ കിട്ടിയോ? എത്ര പൈസ കിട്ടി? 2,000. രണ്ടുപേരും കൂടി 1000 രൂപ കിട്ടി. ഏത് പാർട്ടിക്കാരാ തന്നത്? നമ്മളെ അതോ ഐ പാർട്ടി ആണോ? അവര് തന്ന്. മറ്റേര് തന്നില്ലേ? ഇല്ല. ആണോ? അവരൊരാളും വന്നിട്ടില്ല. ആരും വന്നില്ല. ഒരു പാർട്ടിക്കാരെ തന്നെ ആൾക്കാർ മാത്രമാണ്. അയ്യോ എന്നെ വോട്ട് അടിച്ചാ പിന്നെ മെരിറ്റിന് വോട്ട് എടുക്കണ്ട. ജയിക്കോ? ആരാ ജയിക്കുക? ജയിക്കുന്നവരെ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്ത്? ഞങ്ങൾ രണ്ടരക്ക് വോട്ട് ചെയ്ത്. എങ്ങനെയാ ജയിക്കോ? വിജയ് അണ്ണൻ ജയിക്കോ ശാലി അണ്ണൻ ജയിക്കോ? വിജയ് അണ്ണൻ ജയിക്കോ ശാലി അണ്ണൻ ജയിക്കോ? അത് ഇവര് പറഞ്ഞല്ലേ? സ്റ്റാലിൻ എന്തൊരു സംശയം പോലെ സ്റ്റാലിൻ ജയിപ്പാണ്. ചിന്ന സന്ദേഹം ഇருக்கு. കണ്ടിപ്പോ എനിക്ക് കുറച്ച് തമിഴ് അറിയുള്ളൂ. വിജയ് ഇരിക്കാ? വിജയ് ഇരിക്കില്ല. വിജയ്ക്ക് ചെറുപ്പക്കാരെല്ലാം വിജയ്ക്ക് വോട്ട് എപ്പടി വരും? திரும்பி வரும் முடியும். நம்ம போட முடியுமா? போக முடியாது. ചെറുപ്പക്കാരൊക്കെ കൊടുത്താലേ സ്റ്റാലിൻ തോറ്റു പോകും. എല്ലാരും വിജയ്ക്ക് കൊടുത്താലേ ആരാ ജയിക്കുക? വോട്ട് ചെയ്തോ? കൈ കാണിക്ക്. ജനാധിപത്യത്തിന്റെ അടയാളാണ്. നിങ്ങൾക്ക് വോട്ടുണ്ട്. ഞാൻ ചെറിയ കുട്ടിയാണ് കേട്ടോ, പ്രായമായിട്ടില്ലാന്ന് വിചാരിച്ചോട്ടെ. പിന്നെ ആരാ ജയിക്കാൻ ചാൻസ്? വിജയ് ഉണ്ടല്ലോ ഇപ്പൊ. വിജയ് ചെറുപ്പക്കാർക്ക് വിജയ്ക്ക് വോട്ട് ചെയ്യുന്ന പറയുന്നത് പുതിയ സ്ഥാനാർത്ഥി എങ്ങനെ പറഞ്ഞൊന്നും അറിയില്ല. സ്ഥാനാർത്ഥികൾ എങ്ങനെ ഉണ്ട്? എല്ലാ സ്ഥാനാർത്ഥികളും അറിയാം? നിങ്ങൾക്ക് അറിയാം സ്ഥാനാർത്ഥിയെ നേരിട്ട്? അറിയില്ല. പാർട്ടിക്കാണ് വോട്ട്? പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്തിട്ടുണ്ടോ? മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ മാർക്ക് ചെയ്തില്ല. DMK തന്നെ ആണല്ലേ? നിങ്ങളൊക്കെ മലയാളികളല്ലേ അല്ലേ? പിന്നെ പ്രതിനിധിയാണ് നമ്മളെ മുസ്ലിയാരുടെ. ഞാൻ നല്ല ബന്ധമുള്ള അതിന്റെ പ്രതിനിധികളാണ്. ആണല്ലേ? നമ്മൾ മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഷമീറിനൊക്കെ അറിയാം? ഷമീർ നമ്മളെ ദോസ്താണ്. എന്തായാലും എനിക്കൊരു ഗ്ലാസ് വെള്ളം. എല്ലാ വർഷവും ഉണ്ടാവും? എല്ലാ ഇലക്ഷനും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഉസ്താദ് ഇവിടെ വരലുണ്ടോ? ഉസ്താദ് ഇടയ്ക്ക് 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓരോ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ. ആണല്ലേ? എന്താ ആർക്കാ ചാൻസ് ഇവിടെ പ്രാവശ്യം? ഒന്നും അങ്ങനെ രണ്ടും ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആണ്. അല്ലേ? വിജയില്ല. ചെറുപ്പക്കാരൊക്കെ വിജയ് വോട്ട് ചെയ്യുന്നത് അത് 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്ത് ആവുള്ളൂ. ഇവിടെ ഉള്ളതിൽ DMK ADMK അതാണ് ഇപ്പൊ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വിജയിക്കൊന്നും ഈ ഭാഗങ്ങളിൽ കുറവാണ്. മൈൻസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ട്, കുറവാണ്. നേരിട്ടുള്ള അതെ. ഫസ്റ്റ് സെക്കൻഡ് DMK ADMK തമ്മിലാണ് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സ്ഥിതി പൊതുവെ? DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലുണ്ട്. സാധാരണ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പാരമ്പര്യം അല്ലല്ലോ, മാറി മാറി വരലല്ലോ പതിവ്. മാറി അല്ലല്ലോ, പല സമയങ്ങളിലും ഒന്നിച്ച് വന്നിട്ടില്ല. ഇപ്രാവശ്യം തുടരും, തർക്കമില്ലാത്ത തുടരണം. പിണറായി വിജയൻ പറഞ്ഞാൽ തുടരും, തുടർഭരണമുണ്ടാകും. അത് യാതൊരുവിധ തർക്കമില്ല. പക്ഷെ ഇപ്പൊ ഒരു സ്പോയിലർ ആയിട്ട് വിജയ് വരുന്നുണ്ടല്ലോ. വിജയ് കുറെ ചെറുപ്പക്കാരുടെ വോട്ടുകൾ വരും. ചെറുപ്പക്കാരുടെ ഒരു സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവേശമുണ്ട്. അത് പൊതുവെ തലമുറയല്ലേ ആ വോട്ട് വിജയ് മത്സരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 മണ്ഡലമല്ലാതെ ഒരു മണ്ഡലത്തിലും വിജയ സാധ്യതയില്ല, വിജയിക്കൂല. ഇവിടെ ഒന്നും വിജയന്റെ ആളുകളൊന്നും കാണുന്നില്ലല്ലോ. അവിടെ ഇവിടെയൊക്കെ കൂടുതലായിട്ട് രാഷ്ട്രീയ ബോധമുള്ള ആളുകളാണ്. സിനിമ ഒരു പ്രതിബിംബത്തെ കാണിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ മേഖലയെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കാണാൻ പറ്റില്ല. കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ സ്റ്റാലിനും അതുപോലെ തന്നെയല്ലേ ഒരു പാരമ്പര്യ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, രാഷ്ട്രീയ പാരമ്പര്യത്തിലോ ആഫ്റ്റർ നെഹ്റു EMS എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒരു കാലഘട്ടത്തില് നെഹ്റുവിന് ശേഷം. പക്ഷെ നെഹ്റുവിന്റെ നമുക്ക് EMSന്റെ കുടുംബത്തിൽ ആരെങ്കിലും അറിയോ?
അറിയില്ലല്ലോ. AKGയുടെ കുടുംബത്തിൽ ആരെങ്കിലും അറിയോ? അതിനുശേഷം എത്ര ആളുകൾ അതുപോലെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വരുന്ന ആളുകളെല്ലാം ഉയർന്നു വരേണ്ടത്. അപ്പോൾ ഉദയനിധി സ്റ്റാലിന് ശേഷം അങ്ങനെ അധികാരത്തിൽ വരിക പറഞ്ഞാൽ നമ്മളെപ്പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിന്റെ മകനായി അതൊരു ഇടതുപക്ഷക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള പാരമ്പര്യമായിട്ട് വരുന്ന അതിങ്ങനെ ഒരു അധികാരം ജനാധിപത്യം ഇങ്ങനെ അധികാരം അങ്ങനെ തലമുറകൾ കൈമാറേണ്ടല്ലോ. അപ്പൊ ജനാധിപത്യത്തിന്റെ ഭംഗി പോയില്ലേ? നിങ്ങൾ ആ കാര്യത്തിൽ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന കക്ഷി ഇന്നലെ പൊട്ടിമുളച്ച ആളല്ല. അയാൾ യുവജന സംഘടനയുടെ അടിത്തട്ടിൽ നിന്ന് ചെന്നൈ നഗരത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. അവിടെ നിന്നാണ് അയാൾ സ്റ്റേറ്റ് നേതാവാകുന്നത്. ആ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നാണ് അയാൾ DMKയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നീണ്ടകാലം ഈ സംസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഒരു യുവജന നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ചേട്ടനൊരു സഖാവാണ്, ലോക്കൽ സെക്രട്ടറി അല്ലേ? ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടുത്തെ നീലഗിരി ജില്ലയുടെ CPM ജില്ലാ സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഇപ്പോ കഴിഞ്ഞു തെങ്ങ് കയറുന്ന ഒരു മനുഷ്യന്റെ മകനാണ്, കോരൻ എന്ന് പറഞ്ഞ മനുഷ്യന്റെ മകനാണ് പിണറായി വിജയൻ. താഴെ തട്ടുന്ന ഉയർന്നു വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 2 തവണ കേരളത്തെ നയിച്ചു. അതുപോലെ താഴെ തട്ടുന്ന ഉയർന്നു വരുന്ന ഒരാൾക്ക് ഇതുപോലെ പാരമ്പര്യമായിട്ട് അധികാരം കൈമാറി വരുന്ന ഒരു സിസ്റ്റത്തില് ഇതുപോലെ ഒരു അധികാര സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെ ആവുമ്പോ ഇത് നമ്മൾ എതിർക്കപ്പെടേണ്ടല്ലേ? നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് എതിർക്കേണ്ടല്ലേ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താരതമ്യം ചെയ്തിട്ട് ആ കാര്യത്തിലേക്ക് നീങ്ങരുത്. ഈ രാജ്യത്തിലുള്ള രാഷ്ട്രീയ പൊളിറ്റിക്സ് ആണല്ലോ പറയുന്നത്. ഈ രാജ്യത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിലല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടും നിലപാടും വ്യത്യസ്തമാണ്. ഇവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു മുതലാളിത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ആ മുതലാളിത്ത രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടേതായ നയങ്ങളും പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ച് അതൊരു കുടുംബ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് ഉദയനിധിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ തള്ളാൻ പറ്റില്ല. സിനിമാക്കാർ പറഞ്ഞോണ്ടാണ് ഉദയനിധി സിനിമാക്കാരനാണല്ലോ. ഉദയനിധി സിനിമാക്കാരനല്ല. സിനിമാ ഫീൽഡിൽ അയാൾ നിൽക്കുമ്പോഴും അയാൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അയാള് ഈ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ യുവജന സംഘടനയുടെ പ്രവർത്തകനായിട്ട് വന്ന ആളാണെന്ന്. നിങ്ങൾ അതെന്ത് മറയ്ക്കുന്നു? അതിനെന്താണ് മറക്കുന്നത്? ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ താഴെത്തട്ടുള്ള യുവജന സംഘടനയുടെ ചെന്നൈ ജില്ലാ സെക്രട്ടറി ആയിട്ട് കടന്നു വന്ന ആളാണ്. അതിനെന്തിനാ മറക്കുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ സ്റ്റാലിന്റെ മകനായി പോയി എന്നുള്ളത് തെറ്റാണോ? അല്ല, തെറ്റല്ല. അല്ല, അപ്പൊ സ്റ്റാലിന്റെ മകനും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പദവിയിലേക്ക് വരാലോ. അയാളുടെ പ്രവർത്തന പാരമ്പര്യം വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ പലരും ഉണ്ടല്ലോ. ചേട്ടനാണ് സിനിമാക്കാരെന്ന് വിജയന്റെ കാര്യം പറഞ്ഞത്. ചോദിക്കട്ടെ ഏട്ടാ, അതായത് MGR, ജയലളിത, കരുണാനിധി, ഇങ്ങനെ ഏതാണ്ട് എല്ലാ ആളുകളും തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെല്ലാം തന്നെ സിനിമ ഫീൽഡിൽ നിന്ന് വന്നവരാണ്. എന്തുകൊണ്ട് വിജയ്ക്ക് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൂടാ? നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമാക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു? എന്തുകൊണ്ട് ചോദിച്ചാൽ MGRും കരുണാനിധിയും ഒക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, സിനിമാ ഫീൽഡിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരും, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട, രാഷ്ട്രീയ നിലപാട് വെച്ചിരുന്നു. നിങ്ങൾ വിജയിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് നിങ്ങൾ പറയും. അയാൾ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നുണ്ട്. എന്താണ് അയാളുടെ പൊളിറ്റിക്സ്? എന്താണ് അയാൾ പറയുന്ന രാഷ്ട്രീയം? അതിന് നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ബോധ്യമാവുമല്ലോ. ഇന്ന് ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. സ്വാഭാവികമായിട്ട് അയാളുടെ രാഷ്ട്രീയം എന്താണ് നിലപാട്, ഭരണത്തിൽ വന്നാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും പറയണ്ടേ? അയാൾ സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നു എന്നല്ലാതെ അവിടെ ഒരു നിലപാടില്ല. അയാൾ കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ച് അയാൾ അടുപ്പമാണോ അകൽച്ചയാണോ ആ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യത്തിന് ഇന്ന് പ്രയാസപ്പെടുത്തുന്ന മുതലാളിത്ത സാമ്പത്തിക നയങ്ങൾ, വർഗീയ നിലപാടുകൾ, വികസന പദ്ധതികൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അവസാനം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയം പറയുന്ന ഇടതുപക്ഷം ഇവിടെ SDPI പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് പോകുന്നതിൽ വളരെ വിഷമമുള്ള ഒരു ഇതല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് നമ്മള് അത്തരം ശക്തികളെ ഏതായാലും ഏത് പക്ഷത്തായാലും, ഇപ്പോൾ ഹിന്ദു വർഗീയവാദികളാണെങ്കിലും ഇതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളുകളായാലും ഒരേപോലെ എതിർക്കപ്പെടേണ്ടതല്ലേ? പക്ഷെ നിങ്ങൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേടല്ലേ? അത് ഞങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തെ മാതിരി നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന പത്രമാധ്യമങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലൊരു കാഴ്ചപ്പാടുണ്ട്. കേരളം എന്ന് പറയുന്നത് CPMന്റെ നേതൃത്വത്തിലാണ് മുന്നണി. CPMന്റെ നേതൃത്വത്തിലാണ് നയിക്കുന്ന മുന്നണിയാണ്. ഇവിടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്
കൂട്ടണി കക്ഷികളെ സഖ്യകക്ഷികളെ ചേർക്കപ്പെടുന്നു. ഞങ്ങൾ ആ കക്ഷിയുമായിട്ട് ഈ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രം, തെരഞ്ഞെടുപ്പ് ധാരണ മാത്രമാണ്. കേരളത്തിൽ മാതിരി LDF UDF എന്നുള്ള സംവിധാനം തമിഴ്നാട്ടിലില്ല. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിനുള്ള നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കഴിയണം. സഖ്യത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള സംവിധാനം അതില്ല. അപ്പോൾ അവർ ചേർക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളെ CPM വേണ്ട എന്നുള്ളത് ഞങ്ങൾക്ക് SDP ആയിട്ട് അത് അവരുടെ നിലപാടുമായിട്ട് യോജിച്ചു പോകാൻ കഴിയാത്ത കക്ഷികൾ തന്നെയാണ്. പക്ഷെ ആ കക്ഷിയെ ദ്രാവിഡ മുന്നേറ്റം ചേർക്കുമ്പോൾ ഞങ്ങളെയും ദ്രാവിഡ മുന്നേറ്റ കഴകമാണ് ഈ ഘടകകക്ഷിയായിട്ട് ചേർക്കുന്നത്, ഈ മുന്നണിയിൽ ചേർക്കുന്നത്. അവരെയും അതാണ് ചേർക്കപ്പെടുന്നത്. അപ്പോൾ അത് അവരുടെ അജണ്ടയാണ്. ഞങ്ങൾക്കതിൽ ഞങ്ങളുടെ നിലപാട് ആ നിലപാടിനോട് വിയോജിപ്പുണ്ട്. SDP-യുടെ കാര്യത്തിൽ വിയോജിപ്പല്ല. വർഗീയ കക്ഷികളുമായിട്ട് കൂട്ടുചേർന്ന് പോകുന്നത് CPM-ന് വിയോജിപ്പുണ്ട്. ഇവിടെ താങ്കള് നീലഗിരി ഡിസ്ട്രിക്റ്റിന്റെ CPM ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ വിയോജിപ്പുകൾ ഈ SDP ആയിട്ടുള്ള ഈ സഖ്യത്തിൽ നിങ്ങളുടെ വിയോജിപ്പുകൾ DMK നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. CPM പാർട്ടി ഉണ്ട്. അത്ര നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് അവര് ബാക്കി കാര്യങ്ങൾ അവരാണല്ലോ നിൽക്കേണ്ടത്. ഒരു രാഷ്ട്രീയത്തില് വിജയങ്ങൾ ഉണ്ടാകുന്നുള്ള അനിവാര്യതയാണ്, അതുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെറിയ കക്ഷിയാണ്. ആ ചെറിയ കക്ഷി എന്നുള്ള രൂപത്തിൽ ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ഒന്നുകിൽ DMK-യുടെ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ ADMK-യുടെ കൂട്ടത്തിലാണ് മുന്നണി. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ആ ഒരു തരത്തിൽ ഈ പാർട്ടി വളർന്നിട്ടില്ല. ഒറ്റയ്ക്ക് പല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ തനിച്ച് മത്സരിക്കാറുണ്ട്. ഞങ്ങൾക്ക് ചില പോക്കറ്റുകളുണ്ടല്ലോ, അതിൽ ആരില്ലെങ്കിലും ഞങ്ങൾ മത്സരിക്കും. ഉദാഹരണത്തിന് ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM തനിച്ച് മത്സരിച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി, പഞ്ചായത്ത് പ്രതിനിധികളെ ഞങ്ങൾ ജയിപ്പിച്ചവരാണ്. ഞങ്ങൾക്ക് പല ഗ്രാമം, ഇത് മാത്രമല്ല ഇതേമാതിരി ഉണ്ട്. അപ്പോൾ പക്ഷെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മാത്രം വിജയിക്കാനുള്ള ഒരു വോട്ട് ശേഷിയില്ല. പക്ഷെ ഞങ്ങൾ തനിച്ച് മത്സരിച്ചാൽ പലരും പരാജയപ്പെടുത്തും. ആ ശക്തി ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള ശക്തി കുറവാണെങ്കിൽ. എൻ്റെ പേര് ഭാസ്കരൻ, CPM-ന്റെ നീലഗിരി ജില്ലാ സെക്രട്ടറിയാണ്. ഓക്കെ, നിങ്ങൾ എവിടെയെങ്കിലും കഴിഞ്ഞ